നമസ്കാരം. ലോകപ്രശസ്തമായ ഗുരുവായൂർ അമ്പലത്തിലെ ക്ഷേത്ര കൊടിയേറ്റത്തോടനുബന്ധിച്ച് നടക്കുന്ന ആനയോട്ടം ലോകപ്രശസ്തമാണ്. ഗുരുവായൂർ ക്ഷേത്രത്തിലെ ആനയോട്ടത്തിന് ഒരു ഐതിഹ്യമുണ്ട്. നമുക്കറിയാം, കുംഭമാസത്തിലെ പൂയം നക്ഷത്രത്തിലാണ് ഗുരുവായൂരിൽ ആനയോട്ടം നടക്കുന്നത്. 10 ദിവസം നീണ്ടു നിൽക്കുന്ന ഗുരുവായൂർ ഉത്സവത്തിൽ ഭഗവാന്റെ പൊൻതിടമ്പ് ഏറ്റുന്ന ആനയെ തിരഞ്ഞെടുക്കുക എന്നതിനു വേണ്ടിയാണ് ഗുരുവായൂർ ആനയോട്ടം നടത്തുന്നത്. ഗുരുവായൂരപ്പന് ഭക്തന്മാർ വഴിപാടായാണ് ഓഫർ ചെയ്യുകയാണ് ആനകളെ ചെയ്യുന്നത്, നടക്കിയിരുത്തുകയാണ് ആനകളെ ചെയ്യുന്നത്. ഈ ഗജസമ്പത്തിലെ ആനകളെ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ലോകപ്രശസ്തമായ ആനയോട്ടം ഗുരുവായൂരിൽ വെച്ച് നടത്തപ്പെടുന്നത്. കിഴക്കേ ഭാഗത്തായിട്ടുള്ള മഞ്ഞുലാൽ പരിസരത്ത് നിന്നും ഓടിയെത്തുന്ന ആന കിഴക്കേ ഗോപുരം വഴി ക്ഷേത്രത്തിൽ പ്രവേശിക്കുന്നു. ഇതാണ് ആനയോട്ടം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഏറ്റവും അനുസരണയുള്ള 15ഓളം ആനകളെ വിദഗ്ധ സമിതി തിരഞ്ഞെടുത്ത് അതിൽ നിന്ന് മുൻനിരയിൽ ഓടുവാൻ വേണ്ടി 5 ആനകളെ നറുക്കിട്ടെടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. ആനയോട്ടത്തിൽ ആദ്യം കിഴക്കേ ഗോപുരനട കടക്കുന്ന ആനയെ വിജയിയായിട്ട് പ്രഖ്യാപിക്കുന്നു. ഈ ആനയോട്ടത്തിനുമുണ്ട് ഒരു ഐതിഹ്യം. ഗുരുവായൂർ അമ്പലത്തിൽ ആനകളില്ലാത്ത ഒരു കാലമുണ്ടായിരുന്നു. അന്ന് സമീപ പ്രദേശങ്ങളിലെ ക്ഷേത്രങ്ങളിൽ നിന്നാണ് ഉത്സവ ചടങ്ങുകൾക്ക് ആന എത്തിയിരുന്നത്. അങ്ങനെ ഒരു അവസരത്തിൽ ആനകൾ എത്തപ്പെടാത്ത ഒരു സാഹചര്യമുണ്ടായി. ഈ സമയത്ത് കൊടുങ്ങല്ലൂരെ തൃക്കണാമതിലകം ക്ഷേത്രത്തിൽ നിന്നും ആനകൾ ഓടിയെത്തി അമ്പലത്തിലേക്ക് ഓടിയെത്തുന്ന ഒരു സാഹചര്യമുണ്ടായി. ഇതാണ് ആനയോട്ടത്തിൻ്റെ ഐതിഹ്യം. ആനയോട്ട നാളിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ് ഗുരുവായൂർ ക്ഷേത്രത്തിൽ നടത്തപ്പെടുന്ന ആനയില്ലാ ശീവേലി. കാരണം ആനയില്ലാത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നതിനെ ഓർമ്മ പുതുക്കിക്കൊണ്ടാണ് ഗുരുവായൂർ ക്ഷേത്രത്തിൽ അന്ന് മാത്രം, ഈ ആനയോട്ട ദിവസം മാത്രം ആനയില്ലാ ശീവേലി നടത്തപ്പെടുന്നത്. നമുക്ക് ശ്രദ്ധിച്ചാൽ അറിയാം, ഗുരുവായൂർ ക്ഷേത്രത്തിൽ എല്ലാ ദിവസവും എല്ലാ ആചാരാനുഷ്ഠാനങ്ങളിലും ആന അവിഭാജ്യ ഘടകമാണ്. അല്ലെങ്കിൽ ഗുരുവായൂരപ്പൻ്റെ ആനകൾ എല്ലാ അനുഷ്ഠാനങ്ങളിലും ആചാരങ്ങളിലും സജീവ പങ്കാളിത്തം ഉണ്ടായിരിക്കും. എന്നാൽ ഇന്നേ ദിവസം, ആനയോട്ട ദിവസം രാവിലെയുള്ള ശീവേലി ആനയില്ലാ ശീവേലിയാണ്. അന്നേ ദിവസം ആനയില്ലാത്ത ഒരു ഓർമ്മ പുതുക്കിക്കൊണ്ട് കീഴ്ശാന്തി ഗുരുവായൂരപ്പൻ്റെ തങ്കവിഗ്രഹം തൻ്റെ കൈകളിലേന്തിയാണ് അന്നത്തെ ദിവസം ശീവേലി നടത്തപ്പെടുന്നത്. ഇതുപോലെ തന്നെ സുരക്ഷാ മാനദണ്ഡങ്ങൾ കൃത്യമായി പാലിച്ചുകൊണ്ടാണ് ഗുരുവായൂർ ക്ഷേത്രത്തിൽ ആനയോട്ടം നടത്തുന്നത്. അനുസരണയുള്ള, തികച്ച അനുസരണാശീലമുള്ള, ശാന്തരായ, ആരോഗ്യമുള്ള 15ഓളം ആനകളെ തിരഞ്ഞെടുത്ത് അതിൽ നിന്ന് 5ഓളം ആനകളെ മുൻനിരയിൽ ഓടുവാൻ വേണ്ടി നമ്മൾ നറുക്കിട്ടെടുക്കുകയാണ്. വിദഗ്ധ സമിതി അംഗങ്ങളും ഗജചികിത്സകരും പോലീസും എല്ലാവരും പൊതുജനത്തിൻ്റെയും ആനയുടെയും ആനക്കാരുടെയും സുരക്ഷ ഉറപ്പാക്കിക്കൊണ്ടാണ് ഈ ശ്രേഷ്ഠമായ ചടങ്ങ് നിർവഹിക്കുന്നത്.